ഓഫീസർ ഓൺ ഡ്യൂട്ടി ഷാഹി കബീർ രചിച്ച് ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി, വിശാഖ് നായർ തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം ക്രൈം ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. CI ഹരിശങ്കർ ഒരു മാല മോഷണത്തെക്കുറിച്ച് അന്വേഷിച്ച് ചെന്നെത്തുന്നത് അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളിലേക്കാണ്. ഈ കഥയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി പറയുന്നത്. ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ ഒട്ടും മുഷിപ്പിക്കാതെ 2.25 മണിക്കൂർ എൻഗേജിംഗ് ആക്കി കൊണ്ടുപോകുന്ന ഒരു ഇന്റൻസ് ത്രില്ലർ ആണ് ഈ സിനിമ. തുടക്കം മുതൽ അവസാനം വരെയും ആ ഒരു ടെൻഷൻ ബിൽഡിംഗിനെ നിലനിർത്തിക്കൊണ്ട് പോയി എന്നുള്ളതാണ് പടത്തിന്റെ വലിയ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. പുതുമുഖ സംവിധായകൻ എന്ന നിലയിൽ ജിത്തു അഷ്റഫ് മലയാള സിനിമയ്ക്ക് ഒരു വാഗ്ദാനം തന്നെയാണെന്ന് പറയാം. വളരെ ഫാസ്റ്റ് പേസിൽ പടത്തിന്റെ ഈ സ്റ്റൈലിഷ് മേക്കിംഗ് സിനിമയെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. ഇനി പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സീരീസ് റോളുകളിലൊക്കെ വരുമ്പോൾ കുഞ്ചാക്കോവൻ വേറെ ലെവലാണെന്ന് നമുക്കറിയാം. ഇതിലും കിടു പെർഫോമൻസ് തന്നെയാണ്. വൺ ഓഫ് ഹിസ് ബെസ്റ്റ് ക്യാരക്ടർ എന്ന് തന്നെ പറയാം. ഇതുവരെ കാണാത്തതൊന്നും പറയാൻ പറ്റില്ല. അപ്പം വേട്ടയിലും അഞ്ചാം പാതിരയിലും ഒക്കെ നമ്മൾ പുള്ളിയെ ഇതുപോലെ സ്ട്രോങ് ക്യാരക്ടേഴ്സിൽ കണ്ടിട്ടുണ്ട്. സ്റ്റിൽ ഈ ഒരു ക്യാരക്ടറിനെ വേറിട്ട രീതിയിൽ തന്നെ ചാക്കോച്ചൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കഥാപാത്രത്തിന്റെ ഒരു ട്രോമ, കോപം, ഫ്രസ്ട്രേഷൻ എല്ലാം അത്രയ്ക്കും കൺവിൻസിംഗ് ആയിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു അന്യായ കലിപ്പൻ പോലീസ് ഉദ്യോഗസ്ഥനായ ഹരിശങ്കറിനെ വെറുക്കാനും ഒപ്പം ഇറുക്കി പിടിക്കാനും നമുക്ക് തോന്നുന്ന വിധത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് തന്നെയാണ് സിനിമയുടെ മെയിൻ ഹൈലൈറ്റും. ഇത്തരം സിനിമകളിൽ വെറുതെ നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നതിന് പകരം പ്രാധാന്യമുള്ള ഒരു നായിക വേഷമാണ് പ്രിയാമണി അവതരിപ്പിച്ച ഗീത എന്ന കഥാപാത്രം. റിയ സേറയുടെ ഡബ്ബിംഗിൽ പ്രിയാമണി അത് കിടുവായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ചാക്കോച്ചൻ പ്രിയാമണി ഒരു ഫ്രഷ് പെയറിന്റെ ആ ഒരു ഫ്രഷ്നെസ് പടത്തിനും ഉണ്ടായിട്ടുണ്ട്. അവരുടെ മകളായിട്ട് അഭിനയിച്ച ബാലതാരം എയ്തൽ ഇവാനയും കിടുവായിരുന്നു. നല്ലൊരു റോളിൽ ജഗദീഷും കൊള്ളാമായിരുന്നു. അതുപോലെ ഷാഹുൽ എന്ന പോലീസുകാരനായിട്ട് വന്ന വൈശാഖ് ശങ്കർ പുള്ളി കിടുവായിരുന്നു കേട്ടോ. പിന്നെ ഇച്ചിരി നേരെ ഉള്ളായിരുന്നെങ്കിലും രഘുനാഥ് പലേരിയും നൈസായിരുന്നു. പക്ഷെ ഇതിലെ ശരിക്കുമുള്ള താരങ്ങൾ ഈ പടത്തിലെ വില്ലന്മാരാണെന്ന് പറയാം. ഈ ജാതി വെറുപ്പിക്കൽ വില്ലന്മാരാണ്. അവന്മാരെ നമ്മുടെ കൈ കിട്ടിയാൽ നമുക്ക് അങ്ങ് നിലത്തിട്ടങ്ങ് ഉരച്ച് കൊല്ലണം തോന്നും. അത്രയ്ക്ക് പ്രേക്ഷകർക്ക് കൂടി ദേഷ്യം തോന്നിപ്പോകുന്ന അത്രയും ഹെവി ആയിട്ടുള്ള വില്ലന്മാർ. ഇത് സ്പോയിലർ ഒന്നുമല്ല, ട്രെയിലറിൽ തന്നെയുണ്ട് വില്ലന്മാർ ആരാണെന്നും വില്ലനും പോലീസും തമ്മിലുള്ള ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം ആണ് ഈ പടം എന്നുമൊക്കെ. വിശാഖ് നായർ ഉൾപ്പെടെ 6 എണ്ണം ഉണ്ട്. ഐശ്വര്യ രാജ്, അമിത് ഈപ്പൻ, റംസാൻ, ലയാ മാമൻ ആൻഡ് വിഷ്ണു വാര്യർ. പൊളിയായിരുന്നു മച്ചാന്മാരെ. ഹെന്ന ബെല്ല, ഉണ്ണി ലാലു, മീനാക്ഷി, മനോജ് കെയു തുടങ്ങിയവരും പടത്തിലുണ്ട്. ടെക്നിക്കൽ സൈഡിൽ പടത്തെ ഇത്രയും ത്രില്ലിംഗ് ആക്കുന്നതിൽ ഇതിന്റെ പശ്ചാത്തല സംഗീതം വല്ലാത്ത പങ്ക് വഹിച്ചിട്ടുണ്ട്. അതാണ് ആദ്യം പറയാനുള്ളത്. ജേക്സ് ബിജോയുടെ കിടിലൻ സ്കോർ പടത്തിന്റെ വലിയ കരുത്ത് തന്നെയാണ്. റോബി വർഗീസ് രാജിന്റെ ക്യാമറയും ചമ്മൻ ചാക്കോയുടെ എഡിറ്റിംഗും പടത്തിന്റെ സ്റ്റൈലിഷ് മേക്കിങ്ങിന് വളരെയധികം ഗുണം നൽകിയിട്ടുണ്ട്. ഇതിന്റെ സൗണ്ട് ഡിസൈനും കിടുവാണ്. സൗണ്ട് ഡിപ്പാർട്ട്മെന്റിലുള്ളവരും പ്രത്യേക പരാമർശം തന്നെ അർഹിക്കുന്നുണ്ട്. ഈ പടത്തിന്റെ നെഗറ്റീവ്സ് പറഞ്ഞാൽ കുറെ ക്ലീഷകൾ ഈ പടത്തിലുമുണ്ട്. ഇത്തരം സിനിമകളിൽ എപ്പോഴുള്ള എന്തെങ്കിലും ട്രോമയുള്ള പേഴ്സണൽ ഇഷ്യൂസ് ഉള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ഈ പടത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ ക്യാരക്ടർ അങ്ങനെ അല്ലെങ്കിൽ ഈ പടത്തിന്റെ കഥയേ ഇല്ല എന്നും പറയാം. സോ അതൊരു വൻ നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൂടാതെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വില്ലൻ ലാസ്റ്റ് ഒക്കെ വരുമ്പോൾ ആരെയായിരിക്കും പിടിക്കാൻ പോവുക, ഇതൊക്കെ വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ക്ലീഷേ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. എങ്കിലും ഇതിന്റെ ഒരു മേക്കിങ്ങിന്റെ മികവ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും പടം നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. പിന്നെ പോലീസിന്റെ തുടക്കത്തിലെ ചില പ്രവർത്തികളൊക്കെ പലരുടെയും നെറ്റിച്ചുളിക്കാൻ സാധ്യതയുണ്ട്. ജോസഫ്, നായാട്ട്, ഇലവീഴ പൂഞ്ചിറ, ഷാഹി കബീറിന്റെ മുൻ രചനകൾ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് മികവ് അല്ലെങ്കിൽ ഫ്രഷ്നെസ് ഇല്ല എന്ന് പറയാം. എന്നാൽ തീരെ മോശവുമായിട്ടില്ല. സോ ആകെ മൊത്തം ടോട്ടലിൽ നല്ല എൻഗേജിംഗ് ആയ, ത്രില്ലിംഗ് ആയ, ഫാസ്റ്റ് പേസിൽ പറഞ്ഞു പോകുന്ന നല്ലൊരു ത്രില്ലർ സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിലെ കുറച്ച് പ്രഡിക്റ്റബിൾ ഐറ്റംസ് ഒക്കെ മാറ്റിവെച്ചാൽ പടം തീരും വരെ തന്നെ നമ്മളെ ഹുക്ഡ് ആക്കി നിർത്തുന്നുണ്ട്. ഒപ്പം നല്ല പെർഫോമൻസും നല്ല മേക്കിംഗും ഉള്ള സിനിമയാണ്. ഇതിന്റെ മേക്കിംഗ്, വിഷ്വൽസ്, സൗണ്ട് ഇഫക്ട്സ് എല്ലാം കൊണ്ട് ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി എന്നാൽ.